അപ്പോൾ വളരെ സന്തോഷമുണ്ട്, ദൈവത്തിന് നന്ദി. കാര്യം KQ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആവണം എന്നൊരു വലിയ ആഗ്രഹത്തിൻ്റെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് ദൈവം തന്ന ഈ ഒരു ദിവസം. ഡിസംബർ 29 സിനിമ തുടങ്ങുകയാണ്. ഒരുപാട് 6 മാസമായിട്ട് ഇതിൻ്റെ ഒരു പുറകെയായിരുന്നു. സംവിധാനം ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് സന്തോഷ് കെ ചാക്കോച്ചൻ വന്ന ഒരു കഥ പറഞ്ഞപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് കേട്ടു. അപ്പോൾ അതിൽ ഒരുപാട് ഇഷ്ടമായ ഒരു സിനിമയാണ്. ഇപ്പോൾ സിനിമയുടെ കണ്ടന്റാണ് ഹീറോ എന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ്. ഏറ്റവും നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ സിനിമ തീർച്ചയായിട്ടും പ്രേക്ഷകരുണ്ടാവും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയത് കാണുന്നത് കണ്ടന്റാണ്. എല്ലാ തരത്തിലുള്ള ഒരു ഇതുമുണ്ട് ഈ സിനിമയെ സംബന്ധിച്ച്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേറൊന്നും പറയാനില്ല. എനിക്ക് വലിയ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഒരു കൊച്ചു സിനിമ, പക്ഷെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാം വലിയ ടെക്നീഷ്യൻസാണ്. ഒരുപാട് വലിയ സിനിമകളിൽ വർക്ക് ചെയ്തവരാണ്. ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ കറണ്ട് സിനിമയിലുള്ള എല്ലാവരും ഉണ്ട്. വേറെ ഒന്നും പറയാനില്ല. സിനിമയുടെ പേര് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും ദ ബെസ്റ്റ് ടൈമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് പോകുന്നത്. ഞാൻ ലാസ്റ്റ് റിലീസായ വിശേഷം ഒരുപാട് സിനിമകൾ കിട്ടിയതാണ്. ഞാൻ എൻ്റെ മോളുടെ കല്യാണം. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ എന്നോടൊപ്പം നിൽക്കുന്ന ഈ എല്ലാവരും, നിങ്ങൾ ശരിക്കും എൻ്റെ ഒരു പാട്ടാണ്, എൻ്റെ ഒരു കുടുംബത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഇടുക്കിയിൽ നിങ്ങളും ഒപ്പം ഈ തുടക്കത്തിൽ ഉണ്ടാവണം എന്നുള്ള ഞാൻ ആഗ്രഹിച്ചത്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്നലെ മുതൽ നമ്മൾ ഒരുമിച്ച് ഉണ്ടാകുന്ന ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. ചെറിയ പൂജ, അത് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ടിലേക്ക് ഡയറക്റ്റ് കയറിയാണ്. ഈ സിനിമയുടെ റിലീസ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം. ഇതിനു മുമ്പും തന്ന എല്ലാ സപ്പോർട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും, എൻ്റെ എല്ലാ പ്രേക്ഷകരും ഉണ്ടാവണം. 35-36 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ സിനിമയിലൂടെ ഒന്നോടെ ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, എല്ലാവരും അനുഗ്രഹിക്കണം. താങ്ക് യു. ഓക്കെ, ചെയ്ത സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, എന്നാലും കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പുതിയ വിശേഷം? സുഖം. പുതിയ പ്രൊജക്ട് ഉണ്ട്. രാം സാറിന്റെ പടം റിലീസാവാൻ നിൽക്കുന്നു. തമിഴ്, തെലുങ്ക് കൂടെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതന്നെ വിശേഷം. നിങ്ങളുടെ വിശേഷത്തിന്റെ കൂടെ വന്നു നിൽക്കുന്നത്. പാൻ ഇന്ത്യൻ താരമായി? അയ്യോ, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. അല്ല, 2-3 ലാംഗ്വേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ പാൻ ഇന്ത്യൻ ആയി മാറുകയാണല്ലോ. മലയാളി തന്നെയാണ്. നല്ല സിനിമകൾ ചെയ്യണം, അത്രയല്ല. തമിഴിൽ ആരുടെ കൂടെയാന്ന് പറഞ്ഞത്? തമിഴിൽ ഇപ്പൊ റാമില്ല, ഡയറക്ടർ പേര് സാറിന്റെ പടമാണ്. വിജയ് യേശുദാസിന്റെ പേരായിരുന്നു. ചേച്ചി എങ്ങനെയുണ്ട്? സൂക്ഷ്മ സൂപ്പർ വില്ലത്തേക്ക് ഇടുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ലെവലിൽ കിസ്സുകളൊക്കെ തന്നു പോയ ആളാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. അത് വലിയ സന്തോഷം. എങ്ങനെയുണ്ട് ആളുകളുടെ റിയാക്ഷൻ ഇങ്ങനൊരു വില്ലത്തെ കണ്ടു കഴിയുമ്പോഴേക്കും? ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത. നേരത്തെ ഒരു പാവ അമ്മയിൽ നിന്ന് ഒരു ഭയങ്കര ഒരു ഇതിലേക്കല്ലേ ഇതുപോലത്തെ കഥാപാത്രങ്ങളുടെ വെയിറ്റ് ചെയ്തിരുന്നേ. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഇതില് അതും പറയാറായിട്ട് ബേസിലായിട്ടുള്ള കോംബോ എങ്ങനെയുണ്ട്? ബേസിലായിട്ട് ഞാൻ നേരത്തെ പിന്നെ കെട്ടുകളുണ്ട് മാലാഖയൊക്കെ, പിന്നെ ഒരുപാട് പരസ്യം ചെയ്തിട്ടുണ്ട് അവനായിട്ട്. ബേസിൽ എപ്പോ കണ്ടാലും ഒരുപോലെ. നമ്മുടെ സിനിമയിലെ പുതിയ ഹീറോയിൻ അല്ലേ? പേരൊന്ന് ഡീറ്റെയിൽസ്. ഓക്കെ, ആർക്കിടെക്റ്റ് ആണ്. സെക്കൻഡ് മൂവി ആയത്. ഫസ്റ്റ് റിലീസ് ആയിട്ടില്ല. ഓക്കെ. അതേതോ ആദ്യത്തെ സിനിമ? അത് ബിഗ് ബോസിലെ അഖിൽമാരും അഭിഷേകൊക്കെയാണ്. ഓക്കെ. ഇതിലെങ്ങനെയായിരുന്നു ഈ സിനിമയിൽ എത്തിയത്? കുറച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, റാമ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. എന്ത് ക്യാരക്ടർ ഇതിനകത്ത്? ഇതില് അഞ്ജനാണെന്ന ക്യാരക്ടർ. ഹീറോയിനായിട്ടല്ലേ?
വെള്ളിമല എന്ന് പറയുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് തന്നെ പൂജ തുടങ്ങാന്ന് വെച്ചത്. പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ ടൈറ്റിലും ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മളത് ഇത് ചെയ്യാണ്, ടൈറ്റിലും ഇത് ചെയ്യാണ്. അപ്പൊ ഈ പൂജ ചടങ്ങിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥതയോടെ എന്റെയും എൻ്റെ ഈ ടീമിന്റെയും എൻ്റെ പ്രൊഡ്യൂസർ സിജി കെ നായരെയും ചേർത്ത് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 10-30 വർഷക്കാലമായി അഭിനയ രംഗത്ത് വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ ജനങ്ങളുടെ ഇടയിൽ, പ്രേക്ഷകരുടെ ഇടയിൽ ഒരുപാട് പ്രശംസിച്ച കൗതുകമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ബൈജു എഴുവന്നയുടെ ഈ സിനിമാ ജീവിതത്തിൽ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൂടി പ്രവേശിക്കുന്ന ആദ്യ സംരംഭമാണ്. ഈ ഇടുക്കി ജില്ലയിലെ ഇത്രയും വലിയ ഒരു മലമുകളിൽ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു സംഭവം തുടങ്ങുന്നത് ഈ ഇടുക്കിയുടെയും മലയോര മേഖലയുടെയും കഥ പറയുന്ന, വെള്ളിമല ഗ്രാമത്തിന് കഥ പറയുന്ന ഈ സിനിമയ്ക്ക് ഇങ്ങനെ തുടക്കവും നാട്ടുകാരുടെ സഹകരണങ്ങളും എല്ലാം ആവശ്യമുണ്ട്. സിനിമയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കഥാവസരത്തിലൂടെ സിനിമ തുടങ്ങുന്നു. ഈ പുതിയ സംരംഭത്തിന് വലിയ ആശംസകൾ നേരുന്നു. ഇതൊരു പുതിയ തുടക്കമാകട്ടെ. നല്ല നല്ല സിനിമകൾ ഇനിയും ബൈജുവിന് ചെയ്യാൻ കഴിയുമാകട്ടെ. നല്ല കഴിവുള്ള കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം മാത്രമല്ല, ഈ മേഖലയിലും അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിക്കും. അത് നന്നായി വരും എന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഭദ്രദീപം കൊളുത്തി നമ്മൾ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യമായി ഇത് ഭദ്രദീപം കൊളുത്തുന്നത് നമ്മുടെ സിനിമയിലെ 2 നല്ല വേഷങ്ങളായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ അമ്മമാരായിട്ടുള്ള മനോഹരി അമ്മയും വിശേഷം സിനിമയിലെ അമ്മയുമാണ്. എന്നെ സംബന്ധിച്ച് വിശേഷം എൻ്റെ സൂരജ് ടോം ഇവിടെയുണ്ട്. വിശേഷം എനിക്ക് തന്ന ഒരു കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിരുന്നു വിശേഷം. അപ്പൊ വിശേഷത്തില് അഭിനയിച്ച എൻ്റെ അമ്മ. രണ്ടാമത് ഇതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം വാവച്ചന്റെ അമ്മ ഉണ്ട്, ഒരു ചേച്ചി. അപ്പൊ ഇവരാണ് ഫസ്റ്റ് വിളക്ക് കത്തിക്കുന്നത്. ഒരുപാട് പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ. അമ്മയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ എല്ലാം ദൈവനിശ്ചയമാണ്. ഫസ്റ്റ് വിളക്ക് കുറച്ച് ബാക്കോട്ട് സിജി സന്തോഷം നമ്മുടെ സിനിമയുടെ നിർമ്മാതാവാണ്. കുറച്ച് കയറിയിരുന്നു മോനും കൂടെ നമ്മുടെ കുട്ടികൾ എന്താ 2 ട്വിൻസ് കുട്ടികൾ ബാബാ എല്ലാവരും കൂടെ അപ്പുറത്തോട്ട് മോളെ അപ്പുറ സൈഡ് വാ ഒരുമിച്ച് മോളെ അപ്പുറത്തോട്ട് വാ അപ്പുറത്ത് സൈഡ് നോക്കണേ, തീ നോക്കണേ. ഓക്കെ. സന്തോഷ് നമ്മുടെ DOP ഇസ്ബിൻ, ഷിജി, ഹംസ. അവിടെ തന്നെ നോക്കണമെന്നില്ലല്ലേ നമ്മളെ കട്ട് ചെയ്താ പോ. ാണ്
ആർട്ടിസ്റ്റ് എല്ലാം ഞങ്ങൾ ഇങ്ങനെ കമ്പോസ് ചെയ്യും ബാക്കിലാണ് അവിടേക്ക് വാട്ടാ. ആർട്ടിസ്റ്റ് വാ. കുറച്ച് ബാക്കോട്ട് വെക്കുക. കുറച്ച് പഠിക്കുക. നിങ്ങൾ കുറച്ച് അടുത്ത് കേട്ടോ. നിങ്ങളിവിടെ വരും. ആർട്ടിസ്റ്റ് വാ. അതെ വാ. ഇങ്ങനെ നിങ്ങൾ ബാക്കിൽ നിന്നോ. ഇവിടേക്ക് ഒന്ന് നോക്കിക്കോട്ടെ. കൈ മാറ്റി കൈമാറ്റം. സൂരജ് ഓക്കെ. റോൾ ക്യാമറ. ആക്ഷൻ. എല്ലാരും നിന്നൊരു ഫോട്ടോ എടുത്ത് ഞാൻ അതിനു മുമ്പ് നമ്മുടെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്.